എന്താ അവിടെ തന്നെ നിങ്ങൾ കയറി എന്ത് വർത്താനം? ചൂടാണ് സഹിക്കാൻ വയ്യേ. ഞാനിപ്പോ ഒന്ന് മയങ്ങി. രാത്രിയിൽ ചൂടൊന്നും സഹിക്കാൻ കഴിയണില്ല. പെണ്ണുങ്ങളില്ലേ അവിടെ? ഇല്ലേ, ഓള് ചെറിയ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ വെക്കാം. ഓളെ ഉമ്മാനെ ഒന്ന് കാണിക്കണം. അപ്പൊ എന്തെങ്കിലും കഴിച്ചു പോവാൻ? ഓള ആങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാ എല്ലാരും കൂടി പോണത്? അല്ല, മോളവിടെ തന്നെ അല്ലേ? ഇനിയിപ്പോ ഒരു മാസം കൂടി ഉണ്ടാവും. കഴിഞ്ഞാ വരും. നമുക്ക് ആ കണക്കൊക്കെ നോക്കല്ലേ? നോക്കേ, ഞാൻ മൊബൈൽ എടുത്തിട്ട് തരാം. നിന്റെ അക്കൗണ്ടിലേക്ക് വന്നത് ഞാൻ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ആരെങ്കിലും അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളെ. ഇല്ലേ, അഞ്ചേക്ക് വന്നതന്നെ ഉള്ളൂ. ടോട്ടൽ എത്ര ഉണ്ട്? അതിപ്പോ 2,66,000. ഓ, അത്രയൊക്കെ വന്നല്ലേ? ചിലപ്പോ 10,000 രൂപ കിട്ടും. ഞാൻ ഗൾഫിലുള്ള കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. ഓ, അല്ല, എന്താ പഠിത്ത പരിപാടി? നമ്മള് 2 കൊടുക്കാന്ന് പറഞ്ഞത്. അത് കൊടുക്കുക. ആൾക്കേ കാര്യമായിട്ട് ബന്ധുക്കളൊന്നുമില്ല. ആകെ ഉള്ളത് പഴയ ഏട്ടൻ്റെ മകൻ മാത്രമാണ്. ഓൻ്റെ അടുത്ത് പോയി പൈസയൊക്കെ പാടെ കൊടുത്തു കഴിഞ്ഞാലേ എന്താ ഉണ്ടാവുക തന്നെ അറിയില്ല. പിന്നെ അയാളുടെ കാര്യം പറയാച്ചാല് നീച്ചടക്കാൻ പോലും അയാൾക്ക് വയ്യ. അയാളുടെ പേരും പറഞ്ഞില്ലേ പൈസ ഒക്കെ പിരിച്ചുണ്ടാക്കിയത്? ഉത്തരവാദിത്തപ്പെട്ടവരെ ആരാച്ചാൽ അവരുടെ ഏൽപ്പിച്ചു കൊടുക്കുക. അതന്നെ, നമുക്ക് നമ്മുടെ തടിയിൽ നിന്ന് ഒഴിവാക്കാം. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളൊപ്പം നോക്കും. കാര്യം അയാളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പൈസ പിരിച്ചത്. പക്ഷെ നമുക്ക് നമ്മുടേതായ മെനക്കെടുണ്ടായിട്ടില്ലേ? അല്ല, എന്താ ഈ പറഞ്ഞു വരുന്നത്? ഞാൻ പറയണേ കേട്ടോ, നാളെ മറ്റന്ന മരിക്കാൻ കിടക്കണ ഈ കിഴവ് ഈ പൈസയൊക്കെ പടം നമ്മൾ കൊടുക്കണം. കൊടുക്കണ്ടെന്നോ? അത് പറ്റില്ലട്ടോ. എന്ത് വർത്താനം ചെയ് പറയണത്? അതെ, ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞണ്ടല്ലോ. നിങ്ങൾ ഒരു പേടി പഠിക്കണ്ട, എല്ലാരും അറിയിക്കുന്നുണ്ട്. എന്തറിയണ്? കൊടുക്കണില്ലാന്നോ? കൊടുക്കും, നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി നമ്മൾ കൊടുക്കും. പക്ഷെ ഇത്ര എമൗണ്ട് കൊടുക്കില്ല. പിന്നെ നമ്മളെ ഒരു 50,000 രൂപ കൊടുക്കും. ബാക്കി എമൗണ്ടേ അത് പറ്റില്ലട്ടോ. ബാബു, ഇജ്ജ് ഒരു കാര്യം മനസ്സിലാക്കി. ഇവിടെ ചാരിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ സെറ്റപ്പ് എന്താ നോക്കാൻ? അവരൊക്കെ കോടീശ്വരന്മാരാണ്. അവരൊക്കെ എന്തെങ്കിലും പണിക്ക് പോയിട്ടാ? എന്നാലും അഷറഫെ, നമ്മളൊരു നല്ല കാര്യം ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലല്ലേ ഇതിനെ ഇറങ്ങി തിരിച്ചത്. ബാബു, അനക്കെന്റെ വീടൊക്കെ ഒന്ന് ശരിയാക്കണം. പിന്നെ എന്റെ കുട്ടികളെ കല്യാണം അതിനൊക്കെ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഒന്ന് കണ്ണടച്ചാൽ നമുക്ക് 3 നാൾക്ക് സുഖമായിട്ട് കഴിയാം. ഇത് തുടക്കാന്ന് വിചാരിച്ചാൽ മതി. ഓല് വന്നു. ശരി കേട്ടോ. ശരി. അളിയനെ വണ്ടിയിലേ ഓമ്പടെ ഇറങ്ങൂല. ഞങ്ങൾ എന്ത് ചെറിയ ഉടക്കില്ല. നിങ്ങള് വന്നിട്ട് കൊറേ നേരമായോ? ഇല്ല, ഓലിപ്പോ വന്നിട്ടുള്ളേ. ഇരിക്കട്ടോ, ഞാൻ ചായ ഉണ്ടാക്കട്ടെ. വേണ്ടേ, ഓലിപ്പോ ഇറങ്ങാൻ നിക്കണേ. നമുക്ക് ഇറങ്ങല്ലേ? അപ്പൊ എന്നാ പറഞ്ഞ പോലെ കേട്ടോ. എന്തായി പോയിട്ട്? എന്താ മരുന്നിന്റെ ഡോസൊക്കെ കൂട്ടി. ഇനിയിപ്പൊ 6,000 എന്നുള്ളത് 8,000 ആവും ഒരു മാസത്തിന്. ഉമ്മാനെ കാണിച്ചിട്ട് എന്താ പറഞ്ഞത്? അത് MRI സ്കാൻ ചെയ്യണം എന്നാ പറഞ്ഞത്. പിന്നെ നിങ്ങള് 10,000 ഉറുപ്പ്യ സാധിക്കിന് കൊടുക്കണം കേട്ടോ. ഓനിപ്പോ കച്ചവടമൊക്കെ വളരെ മോശം. എന്തേലൊക്കെ ചെയ്യാ. നിങ്ങള് ചോറ് കഴിച്ചിട്ടില്ലല്ലോ. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഹോസ്പിറ്റലിലൊക്കെ പോയതല്ലേ. ഹലോ മിസ്റ്റർ അഷ്റഫ് അല്ലേ? ആരാ ഇത്? വിജിലൻസിൽ നിന്നാണ്. കുഞ്ഞുട്ടരാ, എന്താ ആളെ കളിയാക്ക? എന്താ എന്റെ ചേട്ടക്ക് മനസ്സിലാകുന്നത്? മിസ്റ്റർ, ഐ എം സീനിയർ വിജിലൻസ് ഓഫീസർ. താങ്കൾ ചാരിറ്റിയുടെ പേരിൽ പണം പിരിച്ച് ആളുകളെ ചീറ്റ് ചെയ്യുന്നതായാലും പരാതി ലഭിച്ചിട്ടുണ്ട്. അയ്യോ സാറേ, ഞാനത് താങ്കളിപ്പോ വീട്ടിലുണ്ടോ? സാർ സാറേ ഇല്ല സാറേ, ഞാൻ
വരും കാക്ക, നമുക്ക് ചോറ് കഴിക്കാം. ഒരു 5 മിനിറ്റ് കഴിയട്ടെ. അല്ല, ഞാൻ അപ്പൊ അങ്ങനെ ആലോചിക്കായിരുന്നേ, എന്ത് കഴിഞ്ഞ മാസമല്ല നിങ്ങൾക്ക് 5000 ലോട്ടറി കിട്ടിയേ? അന്ന് എന്നെ ബൈക്കിൽ നിന്ന് വീണ് ആക്സിഡന്റ് ആവും ചെയ്തു. 5000 കിട്ടിയത് എന്നിട്ട് എന്താ കാര്യം? 10000 ഉറുപ്പ്യ ചെലവായില്ലേ? അല്ല, എന്തപ്പോ അതൊക്കെ പറയുന്നത്? ഇന്നെ കണ്ടില്ലേ, വിചാരിക്കാത്ത ചെലവാ. നിങ്ങൾ ഈ വയ്യാത്തവരെ പേരും പറഞ്ഞ് പൈസയും വിരിച്ചിട്ട് ഹലാലല്ലാത്ത വല്ലതും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഞമ്മക്കത് വേണ്ടട്ട കാക്ക. നിങ്ങൾ ഗൾഫ് പോയി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജീവിക്കാനുള്ള വക പടച്ചോ നമുക്ക് തന്നിട്ടുണ്ട്. ഞമ്മക്കത് മതി. എന്നാ വരി, നമുക്ക് ചോറ് കഴിക്കാം. അഷറഫെ പറയ്. ആ ബാബുവോ, ഞാനത് അപ്പം അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. പിന്നെ വിചാരിച്ചപ്പോൾ തോന്നി നമ്മൾ ചെയ്യണത് ശരിയല്ല എന്ന്. ഞാനും കുമാരേട്ടനും ഇപ്പൊ അത് വരുമ്പോ പറഞ്ഞേ ഉള്ളൂ. ആ പൈസ മുഴുവൻ നമുക്ക് അവർക്ക് കൊടുക്കാം. ആ അങ്ങനെ ചെയ്യേ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആ കാർത്തികാനത്തിൻ്റെ ക്യാൻസർ പേഷ്യൻ്റ്, അവരുടെ പിരിവ് നമുക്ക് നാളെ തുടങ്ങും ചെയ്യാം കേട്ടോ. കുമാരേട്ടനോട് പറയാം. അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. എന്നാ വെക്കട്ടോ. ഓക്കെ, ശരി. എന്നാ ശരി, എന്നാ ശരി, എന്നാ ശരി. കാക്ക കഴിക്കാൻ വരും.